ഒരു മാസം ശരാശരി 15 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നു. അതിലെ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഇതുപോലെ സൈബർ കള്ളന്മാർ ഇതുപോലെ നടക്കും, തട്ടിപ്പിന് വരും. നിമിഷങ്ങൾ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിലെ പണം അങ്ങ് അവരുടെ കയ്യിൽ പോകും. പിന്നെ അത് കൂടാതെ വേറെ വിധത്തിൽ ഈ ലോട്ടറി അടിച്ച കാര്യം അതും ഇതുമൊക്കെ പറഞ്ഞൊക്കെ ഉള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ പണം വാങ്ങും, അറിയത്തില്ല, അങ്ങനെ കൊടുക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഒരു പ്രത്യേക നമുക്ക് ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സൈബർ തട്ടിപ്പുകളെല്ലാം കുടുങ്ങുന്നത് നോക്കുമ്പോൾ വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും അതുപോലെ വളരെ സമൂഹത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള പല പ്രൊഫഷണലുകളുമാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോളേജ് അധ്യാപകർ, ഡോക്ടേഴ്സ് നമ്പർ 1, അവർ എൻജിനീയേഴ്സ്, കോളേജ് അധ്യാപകർ, IT പ്രൊഫഷണൽസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, സാധാരണക്കാരെക്കാളും കൂടുതൽ ഇതിന് വശംവദരായി വരുന്നത് അവരാണ്. അതെന്താ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അവരുടെ ഈ ബാങ്കിങ് ഇടപാടുകളെ ശരിയായ രീതിയിൽ വീക്ഷിക്കാനുള്ള ഒരു കഴിവില്ലായ്മ. ഇപ്പോൾ ദിവസം തോറും, ഇപ്പോൾ എനിക്ക് തന്നെ ആയാലും മിക്കവാറും ഈ അടുത്ത കാലം വരെ, ഇപ്പം വരുന്നില്ല, അതിന് ദിവസം തോറും വരും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇന്ന് ബ്ലോക്ക് ചെയ്യും, അതിനകത്ത് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, KYC കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും. ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്തോട്ടെ, ഞാൻ ബ്ലോക്ക് ഇല്ലാതാക്കിയാൽ പോരെ. ഞാൻ ആ ബാങ്കിൽ പോലും വിളിച്ചു ചോദിക്കാറില്ല. ഇങ്ങനൊരു സംഭവം ഇല്ലാത്തതാണ്. കാരണം ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ പോകും, അതിന് ഞാൻ തയ്യാറല്ല. ഇതാരൊരു വിവരം ചോദിച്ചാലും ഞാൻ കൊടുക്കുകയില്ല. ബാങ്കിൽ നിന്നാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്ന്, ബാങ്കിൻ്റെ മെസ്സേജ് വന്നാലും ഞാൻ അനങ്ങത്തില്ല. വീണ്ടും മെസ്സേജ് വന്നാൽ ഞാൻ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ഇരിക്കും, മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും അയക്കുന്നതാണോ ഇതെന്ന് ചോദിക്കും. അല്ല സാർ, ഇന്നൊരു കാര്യത്തിന് വേണ്ടിയാണ്, ഇന്നതാണ് അന്ന്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വന്ന് കണ്ടോണം, അല്ലാതെ ഞാൻ ചെയ്യുകയല്ല. കാരണം എനിക്ക് എൻ്റെ പൈസ കളയാൻ ഇഷ്ടമല്ല. ഞാനത് ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തേക്കുന്നത് കൊണ്ടാണ്. ഈ പണം ഉണ്ടാക്കുന്ന തത്രപ്പാടിൽ ഓടി നടക്കുന്ന ആളുകൾ ഇത് ചിന്തിക്കാറില്ല. അവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പണം. അപ്പോൾ ഈ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ എത്രത്തോളം അവർ ജോലി ചെയ്ത്, വെറുതെ അല്ല അവർ പണം ഉണ്ടാക്കുന്നത്, ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം. ആ തത്രപ്പാടിലാണ് അവർ നടക്കുന്നത്. അതിനിടയിൽ ഈ ഉള്ള പണം, ഇങ്ങനെ സംഭരിച്ചേക്കുന്ന പണം, സമാഹരിച്ചേക്കുന്ന പണം സൂക്ഷിക്കാൻ അവർ മറന്നുപോകുന്നു. അതാണ് പ്രശ്നം. ജാഗരൂകരാകണം. ഇതുപോലെ സൈബർ കള്ളന്മാർ ധാരാളമുണ്ട്. ഈ ലോകത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ അത്രത്തോളം കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നൊക്കെ പണം പോകുന്നതൊക്കെ പലപ്പോഴും നൈജീരിയയിലേക്കൊക്കെയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അല്ലാത്ത നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവിടെ ഉള്ളവന്മാർ എങ്ങനെ നമ്മുടെ പണം അവൻ്റെ കൈ വരും എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്താൻ കഴിവുള്ളവരാണ്. നമ്മളത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. പിന്നെ മാത്രമല്ല, ഈ ആർത്തി എന്തിനായത്? നിങ്ങൾക്ക് അതാണ്ട ഒരു എത്ര കണക്കാക്കുമ്പോൾ 250 കോടി രൂപ വരും. 250 കോടി രൂപയുടെ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഒരു പെൺകുട്ടിയുടെ, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, വാർത്ത വന്നു. അപ്പോൾ ആ പെൺകുട്ടി അത് കണ്ട് ആകെപ്പാടെ അത് ബോധക്കേട് പോലെ അത് വന്നു. കാരണം നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ നടത്തുന്നത് മൂലം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നിന്നും കേട്ടോ ഒരു ലോട്ടറി അടിച്ചു, ഇത്ര പൗണ്ട് എന്ന് പറഞ്ഞു വന്നു. കണക്കാക്കി നോക്കിയപ്പോൾ എത്ര 250 കോടി രൂപ വരും. ഇതങ്ങ് ത്രില്ലടിച്ചിട്ട് ഇതിൻ്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു. ഈ പെൺകുട്ടിക്ക് വളരെ പ്രായം കുറച്ച കുട്ടിയായിരുന്നു. വിളിച്ചു പറഞ്ഞു സഹോദരന്, അവൻ അതിൻ്റെ നേരെ ഇളയതാണ്. അവനും അങ്ങ് വളരെയായി. അത് അവസാനം ഇതിൻ്റെ പിതാവ് ഇവിടെ ഇല്ല, വിദേശത്താണ്. ഇതിൻ്റെ അമ്മയെടുത്തും കാര്യങ്ങൾ പറഞ്ഞപ്പം അവരും പറഞ്ഞ് എങ്ങനെ ഇതിപ്പം അവസാനം ഇത് ഇത്രയും പണം അടച്ച് നമുക്ക് ആരെടുത്തും പറയണ്ട ബന്ധുക്കളെടുത്ത്. കാരണം ഇത് കിട്ടാൻ പോവാണല്ലോ. 250 കോടി രൂപ കിട്ടിയാൽ മോശമല്ലല്ലോ. അവർ സാധാരണക്കാരനാണ്, ഇങ്ങനെ പറ്റിയതാണ്. അപ്പോൾ പറഞ്ഞത് അപ്പം ശരി, അപ്പം ഞങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. വീണ്ടും ഈ പറഞ്ഞ കള്ളന്മാർ കോണ്ടാക്ട് ചെയ്തു. കള്ളന്മാരെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾക്ക് വിദേശത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, കാരണം ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വരേണ്ട പണമാണ്, അത് അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ബാങ്കിൽ. അവിടെ ഇംഗ്ലണ്ടിൽ പോയി ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ചെയ്താൽ ഈ പണം അതിലേക്ക് മാറാം.
അപ്പോൾ ഇത് ചോദിച്ചു വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു മാർഗമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇംഗ്ലണ്ടിൽ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ വരാതെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എത്രയോ ഒരു 10 ലക്ഷം രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷൈലോക്കിനെ പോയി കണ്ടു, ബന്ധുവാണ്, അവൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് മോക്ക്, ഈ 200 ഈ പറയുന്ന 200 ഇത് ഈ തുക മുഴുവൻ പറഞ്ഞില്ല, പറയാതെ പറഞ്ഞു അത് ഒരു ആദ്യം നിന്ന് ഒരു 5 കോടി രൂപ തരാം, പക്ഷേ ഇത് ഈ പണം ആദ്യം കൊടുക്കാനൊന്ന് സഹായിക്കണം. അയാൾ ആദ്യം ഒരു 10 ലക്ഷം രൂപ അയാൾ റെഡിയായിട്ട് കൊടുത്തു. കാരണം അയാളുടെ കണ്ണി 5 കോടി രൂപയാണ് കൊടുത്തു. അയാൾ നാശത്തിലായെന്നുള്ളതാണ്. കൊടുത്തത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെ പറഞ്ഞു ഓക്കെ അക്കൗണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി ഈ പണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, പക്ഷേ അത് പൗണ്ടിലാണ്, അത് ഇന്ത്യൻ രൂപയായിട്ട് മാറ്റി ഇവിടത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളൊരു 10 ലക്ഷം രൂപ അടയ്ക്കണം. ഉടനെ അതിനും പോയി ഷൈലോക്കിനെ കണ്ടു, ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ വാങ്ങി അടച്ചു കഴിഞ്ഞപ്പോൾ 20 ലക്ഷം രൂപ അങ്ങ് പോയി കിട്ടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇതിന് കൊറിയർ ചാർജ് ഇനി വേണം, ഇത് കൊറിയറിൽ വേണം വരാൻ, അതിനൊരു 5 ലക്ഷം രൂപ വേണം. അപ്പം 5 ചോദിച്ചോളൂ, അത് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു, 5 ലക്ഷം രൂപ കൂടെ അടച്ചു. പിന്നെ നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ അക്കൗണ്ട് ഈ പറയുന്ന മെസ്സേജ് ഈ ഇതിൽ കയറി നോക്കുമ്പോൾ അതൊന്നൊരു ബ്ലാങ്ക് ആണ്, ആ പേജ് ഇല്ല. ഇങ്ങനെ ഉണ്ടായി. ഇത് അവസാനം കേസായി, ഇത് അന്വേഷണമൊക്കെ വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഈ പണം പോയത് നൈജീരിയയിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആർത്തി കൊണ്ടാണ്. അപ്പോൾ ഇത് എനിക്കുമൊക്കെ എത്രയോ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മിന്നി വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചേക്കുന്നെന്ന്, ലോട്ടറി അടിച്ചത് നിൻ്റെ അച്ഛൻ എടുത്തു എന്ന് പറയാൻ ഞാൻ ഹുക്കുമെങ്കിൽ ആ മെസ്സേജ് തന്നെ ഞാൻ അയച്ചേനെ. എനിക്ക് വേണ്ട ലോട്ടറി, ഞാൻ അനങ്ങത്തില്ല, ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. ഇത് എത്രയോ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ്. ഞാൻ ഇതിന് റിയാക്ട് ചെയ്തിട്ടില്ല. റിയാക്ട് ചെയ്യാൻ പോയാൽ അതിന് മറുപടി പോലും അയച്ചാൽ ഇനി അപകടമാണ്. മാത്രമല്ല ഇപ്പം വേറെ ഒരുപാട് വിധത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ നമ്മുടെ എന്തെങ്കിലും വീട്ടിലൊരാവശ്യമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ലോക്കൽ ബോഡിയിൽ നിന്നൊരു അന്വേഷണമോ എന്നൊക്കെ പറഞ്ഞ് അനങ്ങാതെ ഇങ്ങോട്ട് വരും. നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വിവരമെല്ലാം ശേഖരിക്കുമ്പോൾ അതിനകത്തെല്ലാം ചോദിക്കുന്നത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ, എവിടേക്കാണ് അക്കൗണ്ട്, അത് പാസ്ബുക്ക് ഉണ്ടോ. ചിലർ ഉടനെ ഇത് എടുത്ത് ഉദ്യോഗസ്ഥർ വന്നേക്കല്ലേ ഈ പാസ്ബുക്കൊക്കെ എടുത്ത് കാണിക്കും. അവർ ഈ വിവരമെല്ലാം ശേഖരിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ അതിൽ കിടക്കുന്ന കാശൊന്നും കാണത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വളരെ അധികം അവബോധം ഇങ്ങനെയുള്ള കാര്യത്തിൽ വേണം. കാരണം ഇത്രത്തോളം കള്ളത്തരവും കൊള്ളയും നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇനി നമ്മളിതിന് വശംവദരാകാതിരിക്കാനുള്ള ഒരു വലിയ അവബോധം വേണം ഇതിനകത്ത്. അതാ വേണ്ടത്. പക്ഷെ അത് പലപ്പോഴും ഇല്ലാതെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് കേസിൽ ഞാൻ പറഞ്ഞ അതിനകത്ത് ഈ പണം കടം കൊടുത്ത ആളുണ്ടല്ലോ, അവസാനം ഇതിനെതിരെ ഇവർക്ക് കേസ് കൊടുത്തു, ഇവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കി കൊടുക്കായി. അങ്ങനെയാണ് ഈ സംഭവം എല്ലാം വെളിയിലാവുന്നത്. അല്ലെങ്കിൽ അതുപോലും വെളിച്ചം കാണത്തില്ല. കാരണം ഒന്നും പറയാനില്ല. പിന്നെ അവസാനം ഈ കുട്ടിയുടെ പിതാവ് വിദേശത്ത് നിന്ന് വന്ന് വളരെ കഷ്ടപ്പെട്ട അയാൾ അവിടെ കിടന്ന് സമ്പാദിച്ച പണം അതിൽ നിന്ന് കുറേശ്ശെ അത് കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗതികേട് നമുക്ക് ആർക്കും ഉണ്ടാകരുത്. നമ്മൾ ജാഗരൂകരായിരിക്കുക.